ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിംലി കിച്ചൺ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ മത്തി വറ്റിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ ഒരു നാടൻ ലഞ്ച് വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മത്തി വറ്റിച്ചതും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ആ വീഡിയോയിൽ കൊടുത്തിട്ടില്ല, അത് വീഡിയോ ലെങ്ത് ആകുന്നതുകൊണ്ട് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഇപ്പോൾ രാവിലെ തന്നെ കുറച്ച് മത്തി ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ നാളത്തേക്ക് ശേഷമാണ് നമുക്ക് ഇത്രയും നല്ലൊരു മീൻ കിട്ടുന്നത്. ഇപ്പോഴും നമ്മുടെ പത്രത്തിലും ടി വിയിലൊക്കെ കാണുന്ന വാർത്തകൾ ഭയങ്കര ഒരു പേടിപ്പെടുത്തുന്നതാണ്. കാരണം മീനുകളൊക്കെ വിഷം അടിച്ചിട്ടാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഈ തൃക്കരിപ്പൂർ മാർക്കറ്റിൽ നിന്ന് തന്നെ കുറേ പ്രാവശ്യം ഹെൽത്തിൻ്റെ ആൾക്കാർ ഇതുപോലുള്ള മീൻ പിടികൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പോയി കഴിഞ്ഞാൽ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചുമൊക്കെ നോക്കിയിട്ടേ മീൻ വാങ്ങുകയുള്ളൂ. അപ്പോൾ കുറേ നാളത്തേക്കാണ് ഈ ഒരു മത്തി കിട്ടിയത്. എനിക്കാണെങ്കിലും മത്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്ന മത്തി നല്ല നെയ്യുള്ള മീനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ നമുക്ക് മുട്ടയാണ്, അതായത് എണറുന്നാണ് നമ്മൾ പറയൽ, മുട്ടയുള്ള മീനാണ്. എന്നാലും നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഈ കഴിഞ്ഞ ലഞ്ച് വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ആ വീഡിയോ ഒന്ന് കാണണേ. അപ്പോൾ നമുക്കിതൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് മുറിച്ച് ക്ലീനാക്കി എടുക്കാം. ഇപ്പോൾ ഇതെല്ലാം മീൻ ഞാൻ മുറിച്ചെടുത്ത് നല്ല ക്ലീനായി കഴുകി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇതുപോലൊരു ചട്ടി എടുത്ത് അതിലേക്ക് 1 സ്പൂണ് സുർക്കയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് നമുക്കൊരു 3 സ്പൂണോളം വെള്ളം ഫസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് ബാക്കി കുറച്ച് പിന്നീട് കൂട്ടാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മീനിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഇനി നമുക്ക് ഈ പുളി ഇത്തിരി എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് വിനാഗർ ഒഴിച്ചു കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പുളി വേണ്ട. നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ഈ പുളിയുടെ ആ ഒരു പുളിപ്പൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ച് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു 3 വെളുത്തുള്ളി അല്ലി ചതച്ച് വെച്ചിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇങ്ങനെ ഈ ഇതിലേക്ക് തന്നെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ മൊത്തത്തിൽ എല്ലാത്തിലും നമുക്ക് ഒരേപോലെ തന്നെ ഇതിൻ്റെ പുളിപ്പും അതുപോലെ സ്മെല്ലും ഒക്കെ കിട്ടും. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മുളക് പൊടി നമുക്ക് അത്യാവശ്യം വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 സ്പൂണോളം മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവും പുളിയൊക്കെ ഉണ്ടായാൽ ഈ ഒരു വറ്റിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ 2 സ്പൂണോളം തന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 2 സ്പൂണോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മീനും ഈ മസാലയും യോജിപ്പിച്ചെടുക്കണം നമുക്ക്. ഈ സമയത്ത് ഉപ്പൊക്കെ നിങ്ങൾക്കൊന്ന് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യാം. ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു സംഭവം ടേസ്റ്റ് ഉണ്ടാവില്ല. ഉപ്പ് കൂടിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല, കുറഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഉപ്പും പുളിയും എരിവും ഒക്കെ പാകത്തിനുണ്ടാവുക, എന്നാലേ ഈ ഒരു വറ്റിച്ചത് നല്ലൊരു ടേസ്റ്റ് ആവുകയുള്ളൂ. നമ്മുടെ മീനും മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലൊരു മണ്ണിൻ്റെ പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ വാഴയില വെച്ച് കൊടുക്കുന്നത്. വാഴയില വെച്ച് കൊടുത്ത് ഇതുപോലെ വറ്റിച്ചെടുത്താൽ നമുക്ക് ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അടിക്ക് ഇങ്ങനെ പറ്റി പിടിക്കുന്നതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഇതിന് മീനിന് തന്നെ കവറായി കിട്ടും ഇതിൻ്റെ മസാലയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ മണ്ണിൻ്റെ ചട്ടി ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിലോ മറ്റു എന്തെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രം ചട്ടി ഇവിടെ ഉള്ളത് കൊണ്ട് അതിൽ ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷെ കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ആ മുളകൊക്കെ ഒന്ന് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കാണുമ്പം തന്നെ നല്ലൊരു കളർഫുള്ളാണ് അല്ലേ, നല്ലൊരു കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച്
കറിവേപ്പില ചേർത്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ജീരകം, ചെറിയ ജീരകമാണ്, അത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ്. ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ഫസ്റ്റ് ഇപ്പോഴൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് നമുക്ക് വേവുന്നതിനനുസരിച്ചിട്ട് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. എനിക്കിതിൽ വിട്ടുപോയതാണ്, ഉലുവ കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചേരുവകളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെക്കാം. ഇപ്പോൾ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒരു മൂടി വെച്ച് ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം ഈ മസാലയൊക്കെ. അപ്പോൾ ഇത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ 2 ഭാഗവും ഒരേപോലെ തന്നെ നല്ല വറ്റി വരും. അപ്പോൾ അതിന് വേണ്ടി മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ അതൊക്കെ മറിച്ചിട്ട് ഇതുപോലെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മത്തി വറ്റിച്ചത് സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ചോറിനൊക്കെ കൂട്ടാൻ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു മത്തി വറ്റിച്ചത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.